ഗുഡ് മോർണിംഗ് ഗൈസ്. പ്രതീക്ഷയുടെ അമിതഭാരവും വണ്ണമുള്ള ഒരു ഇന്റർവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഗോമസ് ചേട്ടനാണ്. നമസ്കാരം ചേട്ടാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അമിതഭാരം വണ്ണമെന്നൊക്കെ പറയുന്നത് ഉദ്ദേശിക്കുന്നത് നേരത്തെ മുട്ടിയപ്പോൾ തുറന്നായിരുന്നു. ചേട്ടാ, ജോബ്ലെസ് ക്ലാസ് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തുണ്ട് ചേട്ടാ എന്നൊന്നും ഞങ്ങൾ വന്നിട്ട് ഇപ്പം ഒരു മറ്റേ പ്ലസന്റ് സർപ്രൈസ്. ഒരു ചേച്ചി പരിചയപ്പെടാം. ഓക്കെ, കമോൺ. ഇതാണ് നമ്മുടെ ചേച്ചി. എനിക്കറിയാം. ജിയാണ് എത്ര പേരുണ്ട് മൊത്തത്തിൽ? എത്ര പേരെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത് നീ? അങ്ങനെയല്ല, കുറെ പേര്. എനിക്ക് മൊത്തം കൺഫ്യൂഷനാണ്. കുറെ പേരെന്ന് പറഞ്ഞാൽ ഭാര്യ ഒരാളെ ഉള്ളൂ. പേര് നെയിം പേര് ജോർജി എന്നാണ്. ജി എന്ന് വിളിക്കും. പക്ഷെ തങ്കമ്മ എന്നാണുള്ള സോഷ്യൽ മീഡിയ പേര്. ചേട്ടന് ഒരു പ്രത്യേക കാര്യത്തിന്റെ പേരിലാണ് ചേട്ടന് ഫാൻ ബേസ് ഉള്ളത്. എന്താണ് ആ സാധനം? അതെ, ഏതാണ് ആ സാധനം? ചേട്ടൻ ശരിക്കും ചേട്ടന്റെ ഡിക്കിന്റെ പേരിലാണ് ഫേമസ് ആയിട്ടുള്ളത്. നമ്മൾ ഒരു ഗതികൾ ആലോചിച്ചു. എൻ്റെ അപ്പം വിചാരിച്ചു കാണും മകനെ പഠിപ്പിച്ച് വലിയൊരു ഡോക്ടറാക്കി അവനൊരു വലിയൊരു സയൻറ്റിസ്റ്റൊക്കെ ആയി അവൻ കണ്ടുപിടിച്ച ഒരു കാര്യമൊക്കെ ആയിരിക്കും ലോകം അറിയാൻ പോണതെന്ന്. അല്ല, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ചേട്ടാ എങ്ങനെയാ ശരിക്കും ഈ ഇൻസ്റ്റാഗ്രാമിലോട്ട് വരുന്നത്? ചേട്ടൻ രണ്ടും ഡോക്ടേഴ്സൊക്കെ എങ്ങനെ ഇൻസ്റ്റാഗ്രാമിലോട്ട് വരുന്നത്? അപ്പം നമ്മൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. രണ്ടുപേരും US-ലാണ്. US-ൽ ഞാനൊരു ക്യാൻസർ പെയിൻ ഡോക്ടറാണ്. ഇവള് ഒരു ഡെന്റിസ്റ്റ്, പിന്നെ സ്വന്തമായിട്ടുള്ള പ്രാക്ടീസും ഉണ്ട്. അത് ഞാൻ കണ്ടു. അപ്പം നമ്മൾ US-ലായിട്ട് ഏകദേശം ഇപ്പം US-ലായിട്ട് ഒരു 10-20 വർഷമായി. ഞാൻ 2011 തൊട്ട് അവിടെ ഉണ്ട്. സ്ഥിരമായിട്ട് ഞാൻ ജിമ്മിൽ പോകുന്ന സമയത്ത് ഇടുന്ന ഷോർട്സ് ഇവർക്ക് ഇഷ്ടമല്ല. നമ്മൾ പറയുന്നത് മുറുക്കമില്ല, ഇറക്കമില്ല, അല്ല മുറുക്കം കൂടുതലെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനൊരു വീഡിയോ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവം വീഡിയോ ആക്കിയപ്പോഴാണ് അതങ്ങ് വൈറലായത്. ഈ നിക്കർ ഇടുന്നതിനെ സംഭവം നമ്മൾ ആക്ച്വലി നാട്ടിൽ വന്നപ്പോഴാണ് ശ്രദ്ധിക്കണത്. നേരാണ്, നാട്ടിൽ ആൾക്കാർ അങ്ങനെ നിക്കർ ഇടുന്നില്ല എന്നുള്ളത്. നമ്മളിപ്പോൾ അവിടെ ജീവിക്കുന്നതുകൊണ്ട് അവിടെയുള്ളവർ നിക്കർ ഇട്ട് നടക്കും. നമുക്കത് സാധാരണയാണ്. അവിടെ ആക്ച്വലി ആൾക്കാർ ഇങ്ങനത്തെ നിക്കർ ഇട്ട് ഇഷ്ടംപോലെ ആണുങ്ങൾ നടക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലൊക്കെ ഇട്ടുണ്ടോ? എക്സൈറ്റഡ് ആണ്. ഹോസ്പിറ്റലൊക്കെ എൻ്റെ ഫോണിൽ പേരാണ്. പിന്നെ ഇതിട്ടുണ്ടായിരുന്നോ ഹോസ്പിറ്റലിൽ പോകണത്? പേഷ്യൻസിനെ കാണുമ്പോൾ ചെറിയൊരു ബഹുമാനമൊക്കെ തോന്നണ്ടോ? പേഷ്യൻസിന്റെ മുഖത്തേക്ക് നോക്കണ്ടേ? ചേട്ടാ, നിങ്ങൾ ശരിക്കും ഭയങ്കര മടിയന്മാരാണോ? എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ വീഡിയോയും കട്ടിൽ കിടന്നുകൊണ്ടാണ്? നല്ല ചോദ്യം. അത് ചോദിച്ച രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ മടിയന്മാരാണോ? അത് ആക്ച്വലി സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു സ്ക്രിപ്റ്റഡ് കണ്ടന്റ് ഷൂട്ട് അല്ലെങ്കിൽ ഭയങ്കര സെറ്റിംഗ് ഒക്കെ വെച്ച് ചെയ്യാനുള്ള മടി കാരണമാണ് കട്ടിൽ കിടക്കുന്നത്. കാരണം നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കണ്ടന്റ് ഉണ്ടാക്കി നമ്മൾ പറയുകയാണ് നമ്മുടെ ഇന്ന് കിട്ടില്ല, ഈ ആഴ്ച ഒന്നും കിട്ടില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് നമ്മൾ അതുകൊണ്ടാണ് കിടന്ന് ഷൂട്ട് ചെയ്യുന്നത്. മടിയെന്നാണെങ്കിൽ പറയാം. പക്ഷെ നമുക്ക് മടിയേക്കാളും കൂടുതൽ എനിക്കുള്ള സമയമില്ലാത്തതുകൊണ്ട് എഡിറ്റ് ജസ്റ്റ് ഫോൺ ചെയ്ത് ക്യാപ് കട്ട് ചെയ്തങ്ങ് ഇടുന്നതേ ഉള്ളൂ. ചേട്ടൻ ഫസ്റ്റ് ഒരു റീലിട്ട്, അപ്പൊ ചേട്ടന് ശരിക്കും ഇത് ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണും. ചേട്ടൻ കാലിന്റെ താഴെ ചേട്ടൻ ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണും, ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണത്തില്ല. അപ്പൊ ഏത് പോയിന്റാണ് ചേട്ടൻ റിയലൈസ് ചെയ്തത് എനിക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ളത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ഒരു കണ്ടന്റ് ആയിരിക്കുമല്ലോ പോസ്റ്റ് ചെയ്യുന്നത്. നോർമൽ ഒരു കണ്ടന്റ് ആയിരിക്കുമല്ലോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ അതിനകത്ത് വേറൊരു കണ്ടന്റ് ശ്രദ്ധിച്ചു. അപ്പോൾ ചേട്ടൻ എന്താണ് ആ സാധനം റിയലൈസ് ചെയ്തത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ ആളുകൾ അതല്ല ഈ ആ സാധനം അവിടെ ഉണ്ടെന്ന് നമുക്കറിയില്ല. നമ്മുടെ സാധനം അതല്ല, അത് ആളുകൾ അതെ, അത് രാവിലെ എടുത്ത് പിറ്റേതായിട്ട് വൈകിട്ട് ഊരി വെക്കുന്ന സാധനമല്ലോ അത്. നമ്മള് ഇപ്പം ഞാനിടുന്ന സൈഡ് ഷോർട്സ് ഇടുന്ന സമയത്ത് കാണേണ്ടുന്ന സാധനം കാണും. ചേട്ടൻ ആദ്യം പറഞ്ഞ ഫ്രണ്ട്സ് ആണോ പറഞ്ഞത്, അതോ ഇപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണോ അങ്ങനെ ഒരു സാധനം? ഇൻസ്റ്റാഗ്രാമിലാണ് യൂഷ്വലി വരാറ്. കാരണം ഫ്രണ്ട്സ് ഒന്നും വന്ന് ഇത് നീ നോക്കടേ എന്നങ്ങനെ പറയാറില്ല. ഇപ്പൊ ചിലർക്ക് ചില ടാലൻസ് ഒക്കെ കാണും. ചിലപ്പോൾ അത് ആരും തിരിച്ചറിയാത്തൊരു ടാലന്റ് നമ്മൾ ഇതങ്ങനെ ഇത് ഇത്ര നോട്ടീസബിൾ ആണെന്നുള്ളത് ആൾക്കാർ പറയുമ്പോഴാണ് നമ്മൾ അതിലേക്ക് അങ്ങനെ നമ്മൾ അതിൽ ശ്രദ്ധിക്കുന്നത്. ഇപ്പം നമ്മൾ സാധാരണ ഡ്രസ്സ് ചെയ്ത രീതിയിലാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെയാണ് ഞാൻ അവിടെ എപ്പോഴും പറയുന്നത് ഡ്രസ്സ് ചെയ്യുന്നത്. അപ്പം എന്നും കാണുന്ന സാധനം ഒരു പുതുമയോടെ ഞാൻ നോക്കിയാനുള്ള കാര്യമില്ലല്ലോ. അപ്പം പക്ഷെ ആൾക്കാർക്ക് ശ്രദ്ധിക്കുമ്പോഴാണോ ഇത് എത്രയും ഓബ്വിയസ് ആണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നു. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താ പറയുക, ഇപ്പം എനിക്ക് ഭയങ്കര ബൈസെപ്സ് ഉണ്ട്. അപ്പോൾ അത് ആളുകളെല്ലാം പറഞ്ഞു തുടങ്ങും. പിന്നെ ഞാൻ അതിനകത്ത് പ്രത്യേക ശ്രദ്ധ കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, പിന്നെ ആ വീഡിയോസ് ഇടുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുമല്ലോ. അപ്പം ചേട്ടൻ പിന്നെ അങ്ങനത്തെ കണ്ടൻസ് ഇടാൻ. പക്ഷേ ബൈസെപ്സ് സംബന്ധം വർക്കൗട്ട് ചെയ്താൽ വലുതാവുമല്ലോ. ഇതപ്പം അങ്ങനെയല്ലോ.
അല്ല എന്നാലും ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ ചേട്ടൻ പിന്നെ ആ ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് ഇടാൻ എന്നൊരു ഇല്ല, ഈ നേരെ തിരിച്ചാണ്. ഞാൻ അത് എങ്ങനെയെങ്കിലും ഇപ്പൊ ആൾക്കാരെ ശ്രദ്ധിച്ചുകൊണ്ട് അത് എങ്ങനെയെങ്കിലും ഹൈഡ് ചെയ്യാനായിട്ട് നോക്കുകയുള്ളൂ. ഒന്നെങ്കിൽ ഞാൻ ലൂസ് നിക്കറിട്, അല്ലെങ്കിൽ 2-3 ജെട്ടി ഇട്ടിട്ട് അതിന്റെ മേലെ നിക്കറിട്, അല്ലെങ്കിൽ ടീഷർട്ട് ഇട്ട് മറയ്ക്ക്, അത് അങ്ങനെ, അല്ലെങ്കിൽ ലുങ്കി കൊടുക്ക്. ഇതൊക്കെയാണ്. പക്ഷെ ഇതൊന്നും ആൾക്കാര് അത് കണ്ടുപിടിക്കും. ഇവളിപ്പം ലൂസ് ഷോർട്സ് പറഞ്ഞാൽ ഞാൻ ഇടത്തില്ല, കാരണം എനിക്ക് ലൂസ് ഷോർട്സ് ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ ഒരു സെൻസ് ഓഫ് സ്റ്റൈലിനോ അത് ചേരുന്നില്ല. അതുകൊണ്ട് ഞാനിരുന്ന ഷോർട്സ് കുറച്ച് ഫിഗറൊക്കെ കാണും, പിന്നെ അതിൽ കാണുന്നത് കാണും. ഈ തക്കുട് വരാണ് ചേട്ടൻ്റെ വീഡിയോ ശരിക്കും 2 തക്കുട് ഉണ്ടോ? 2 തക്കുട് എന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തക്കുടാണ് വിളിക്കുന്നത്. അപ്പൊ 3 തക്കുട് ഉണ്ടോ? ആരാണ് ഈ 3ാമത്തെ തക്കുടു? ഓ, ആ തക്കുടു. അല്ല കമന്റ് വെച്ച് അങ്ങനെ പറഞ്ഞത്. അപ്പം ഞാനാ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അല്ല ഞാൻ അവനങ്ങനെ വിളിക്കാറില്ല, നാട്ടുകാരുടെ പേര് അങ്ങനെയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ചോദ്യം കഴിഞ്ഞോ? ചേട്ടാ നമുക്ക് കോഫി കുടിച്ച് കഴിഞ്ഞു, പിന്നെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയാലോ? ആയിക്കോട്ടെ. ഓക്കെ ചേട്ടാ, എന്താണ് ഇതിന്റെ ബാക്ക് സ്റ്റോറി പരന്നിന്റെ? അപ്പോൾ പരുന്ത് എന്ന് പറയുന്നത് ബേസിക്കലി പരുന്ത് അവിടെ ഇല്ല. ട്രങ്കിനകത്ത് പരുന്തില്ലാത്ത സമയത്ത് ഫസ്റ്റ് ഞാൻ ചോദിച്ചു ആ ഫോട്ടോ ഇട്ടോന്ന് ചോദിച്ചു. അവൾ പറഞ്ഞ ഫോട്ടോ ഇടാൻ പറ്റില്ല, കാരണം കൂടുതൽ ഒരുപാട് സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അങ്ങനെ. അപ്പം ഞാനിങ്ങനെ നോക്കുകയായിരുന്നു എങ്കിൽ നമുക്കിത് എഡിറ്റ് ചെയ്ത് സെറ്റ് ആക്കാം. അങ്ങനെയാണ് പിന്നെ ഒരു ടാറ്റു എടുത്ത് അവിടെ വെച്ചത്. ചേട്ടാ പരന്ത് തന്നെ ചൂസ് ചെയ്തത്? കണ്ടപ്പം ഇഷ്ടപ്പെട്ട അവിടുത്തെ ഒരു ഷേപ്പിൽ. ശരിക്കും ഞാൻ വിചാരിച്ചു ശരിക്കും ചേട്ടൻ പരന്തിന്റെ അല്ലല്ല, കൂടുതൽ കവറേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വിരിഞ്ഞ ചിറകൊക്കെയുള്ള ഒരു പരുന്തിനെ ഇവിടെ വെച്ചത്. ഒരു ചിറക് 3D ആയിരുന്നു. ഞാൻ 2-3 സാധനം ഒരു റോസിന്റെ ഉണ്ട്, പക്ഷെ അതെനിക്ക് ഓർമ്മയുണ്ട്. ഒരു പൂവിന്റെ ഉള്ളത് നമ്മൾ ജോലിയിൽ ഇരുന്നപ്പോഴാണ്, അവൻ ജോലിയിൽ ഞാൻ ജോലിയിൽ, എനിക്ക് ചോദിച്ചു തന്നിട്ട് ഇങ്ങനെ പോയച്ചാൽ എന്നൊക്കെ പൂവ്. ഞാൻ ചിതം തോന്നുന്നു നമ്മൾ ഈ ശവം അടക്കി കഴിഞ്ഞപ്പോൾ പൂക്കൾ കൊണ്ട് വെക്കണമല്ലോ അവിടെ വെച്ചേക്കണം. പറഞ്ഞു അതിന്റെ ആവശ്യമില്ല. അങ്ങനെയാണ് പിന്നെ അവസാനം പുള്ളി പരുന്തിനെ ഇറക്കിയത്. പിന്നെ അങ്ങനെ പലതും ട്രൈ ചെയ്ത് നോക്കി, പിന്നെ പരുന്താണ് ഇഷ്ടപ്പെട്ടത്. ചേട്ടാ അതിനകത്ത് എനിക്ക് കണ്ട ഏറ്റവും ചിരി വന്ന കമന്റ് എന്ന് പറഞ്ഞാൽ ഈ പരന്ത് കലാങ്കനാണ്, കാരണം ഇതിന് ഒരു ചിറക് മാത്രമേ ഉള്ളൂ, ഇത് 3D ആണ്. ചേട്ടാ പിന്നെ ഈ അമേരിക്കയിലൊക്കെ സിനിമകളിലൊക്കെ കാണുന്ന അമേരിക്കയിലൊക്കെ ഫുൾ വെടിവെപ്പ് ആണെന്നാണ്, ശരിക്കും ആൾ അമേരിക്കയിൽ അങ്ങനെയാണോ? ശരിക്കും അമേരിക്ക മൊത്തം വെടിവെപ്പൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മള് ടെസ്ല ട്രക്ക് സൈബർ ട്രക്കിൽ കൂടെ ഓടിച്ച് നടക്കണേ. മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല. ഈ ടെസ്ല സൈബർ ട്രക്ക് ബുള്ളറ്റ് പ്രൂഫ് ആണെന്നാണല്ലോ പറയണേ. അപ്പോൾ അല്ല, ഗൺസ് കോമൺ ആണ്, കാരണം അവിടുത്തെ ഒരു എൻ്റെ കയ്യിലില്ല. നമ്മളിതേ വരെ വാങ്ങിയിട്ട് എൻ്റെ കയ്യിലുള്ള തോക്ക് വേറെ ടൈപ്പ്. അതിലേക്കുള്ള പോക്കായിരുന്നു ഞാൻ ചോദ്യം ഉദ്ദേശിച്ചത്. ഗൺസ് എനിക്ക് ഞാൻ ആ പ്രിൻസിപ്പളോട് ഞാൻ അലൈൻ ചെയ്യുന്നില്ല. എനിക്ക് വീട്ടിൽ പിന്നെ അത് മാത്രമല്ല വീട്ടിൽ തോക്ക് വെച്ചാൽ ഇവിടെ ഫസ്റ്റ് എടുത്തില്ല കൊല്ലും, അതായിരിക്കും അതൊരു സംശയമില്ല. ചേട്ടാ പിന്നെ ഈ കേരളത്തിലെ കപ്പിൾ വ്ളോഗേഴ്സിന് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ അവരോട് പറയാം? നിങ്ങൾ അവരോട് കോൺടാക്ട് ഒക്കെ ഉണ്ട് കേരള കപ്പിൾ വ്ളോഗേഴ്സ്? കപ്പിൾ വ്ളോഗേഴ്സ് നമ്മൾക്ക് റീച്ച് ഔട്ട് ചെയ്ത് സംസാരിക്കാറുണ്ട്, കാരണം അമേരിക്കയിൽ വന്ന ഒരു ക്രൂ വന്ന് ഷൂട്ട് ചെയ്ത് പറഞ്ഞാൽ അത്ര ലൊജിസ്റ്റിക്കലി എളുപ്പമല്ലല്ലോ. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തു വരുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ഒരു പാട്ട് റിലീസ് ആവാൻ പോകുന്നുണ്ട് ഒരു മലയാളം സോങ് തിരുമാലി വെച്ചിട്ട്. അപ്പോൾ തിരുമാലി പാടുന്നു, അതിനകത്ത് ഞാൻ പെർഫോം ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അൺസ്റ്റോപ്പബിൾ പോലെ ആയിരിക്കും. അൺസ്റ്റോപ്പബിൾ കണ്ടിട്ടുണ്ടോ? അൺസ്റ്റോപ്പബിൾ കണ്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തിയാൽ മതി. എന്റെ ഫേവറേറ്റ് സോങ്ങാണ് അൺസ്റ്റോപ്പബിൾ. ചേട്ടന്റെ ജീവിതത്തിൽ ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലോ നിക്കർ. അപ്പം നിക്കർ ഒഴിവാക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ചേട്ടന്റെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ടോ? എന്തൊക്കെയാണോ, എവിടെയൊക്കെയാണോ? ജോലിക്ക് പോകുമ്പോൾ നിക്കറില്ല, അത് മാത്രം. പിന്നെ നല്ല തണുപ്പുള്ള സമയത്ത്. ശരി, അവിടെ ഇത്ര തണുപ്പില്ല ചേട്ടാ, പിന്നെ എങ്ങനെ ഫുൾ ടൈം നിക്കർ ചെയ്യുന്നത്? അതാണ് പ്രശ്നം. നമ്മളിപ്പം വിന്റർ ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിക്കർ റീൽസ് ഒക്കെ നമ്മൾ ഇൻഡോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ വർഷത്തിൽ 6 മാസം ചേട്ടന്റെ വീഡിയോസ് വരാറുള്ളൂ. നിക്കർ റീൽസ് കാണത്തുള്ളൂ. പക്ഷേ ചേട്ടാ നേരത്തെ എടുത്ത് വെച്ചേക്കോ. വീടിനകത്ത് ഹീറ്റർ ഉണ്ടല്ലോ, അപ്പൊ നമ്മള് റിട്ടേൺ ചെയ്യാനല്ലേ ചെയ്യും. പക്ഷെ വെളിയിൽ ഇറങ്ങുമ്പോൾ ഒബ്വിയസ്ലി തണുപ്പ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള പാൻറ്റൊക്കെ ഇട്ട് നമ്മൾ ഇറങ്ങത്തുള്ളൂ. ചേട്ടന് കേരളമാണ് നല്ലത് കേട്ടോ. ഇവൻ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കുന്നു. നമ്മൾ ഈ നിക്കർ പോയിട്ട് കേരളത്തിൽ സമയത്ത് പറഞ്ഞത് ഇവിടെ നമുക്ക് നീളമുള്ള നിക്കർ വേണം, ഇതൊട്ട് ഇറങ്ങാനൊക്കത്തില്ല, നമുക്ക് നോക്കാം. കയ്യിലും കൂടെ തന്നാൽ കുഴപ്പമില്ല. അപ്പോൾ ചേട്ടാ, ഇപ്പോൾ ചേട്ടൻ അമേരിക്കയിൽ നിന്ന് ഇത്രയും വിലപ്പെട്ട ഒരു ഹോളിഡേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിച്ചതിന് ഒരുപാട് നന്ദി. സന്തോഷം. നിങ്ങളെയും എനിക്ക് ഇഷ്ടപ്പെടും. നിങ്ങളുടെ BF കോൺവെർസേഷൻ ആണെങ്കിലും നിങ്ങളുടെ കാഷ്വലായിട്ട് ചെയ്ത് നല്ല കംഫർട്ടബിൾ ആയിരുന്നു നമുക്ക്. ഗുഡ് ലക്ക്. ചേട്ടാ ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങളെക്കുറിച്ച് എനിക്കൊന്ന് നിങ്ങളുടെ ഒരു അപ്രോച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു ഒട്ടും ഫോർമാലിറ്റി ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഈസി ആയിട്ട് വന്ന് നമ്മളോട് ഹാങ് ഔട്ട് ചെയ്തു. നമ്മൾ നീ എന്നോട് കിടന്നില്ലേ? ബെസ്റ്റ്. നീ ഇവിടെ നിന്നോ, ഞാൻ പൊക്കോളാം.
I was on the bench. First I was renting, now I'm collecting rent. First it with the Beamer, now I want the Benz. Spending all the bag like here I go again.